സിസ്റ്റർ ആൻസി മരിയ. ഞാൻ ഡോട്ടേഴ്സ് ഓഫ് സെൻറ്റ് ഫ്രാൻസിസ് ഡി സെയിൽസ് കോൺഗ്രിഗേഷനിലെ അംഗമാണ്. സൗത്ത് ആഫ്രിക്കയിൽ 26 വർഷമായി ജോലി ചെയ്യുന്നു. ജോസ് എൻ്റെ നേരെ ഇളയ ആങ്ങളെയാണ്. ഞങ്ങൾ തമ്മിൽ 5 വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഭയങ്കര കൂട്ടായിരുന്നു. ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിരുന്നു. അവൻ ചെറുപ്പം മുതലേ സംഗീത ലോകത്തിലേക്ക് പോയി. എന്നാലും അവൻ്റെ സംഗീതവും എല്ലാം എനിക്കെപ്പോഴും ഒരു ഇൻസ്പിറേഷനായിരുന്നു. അവന് എന്ത് വേണം, അവന് സംഗീതമായിരുന്നു അവൻ്റെ ജീവിതം. ആ സംഗീതത്തിന് വേണ്ടി അവൻ എന്തും ചെയ്യും. അതുപോലെ തന്നെ അവന് മ്യൂസിക് പഠിച്ചു കഴിഞ്ഞിട്ട് പല സ്റ്റേജുകളിലൊക്കെ പോകുമ്പോഴും അവൻ്റെ ഏറ്റവും എളിമയുള്ള ഒരു സഹോദരനായിരുന്നു ഞങ്ങളുടെ സഹോദരനിലെ. അതുപോലെ തന്നെ ദൈവം ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും മനോഹരമായ പുഷ്പത്തെയാണ് എടുത്തുകൊണ്ട് പോയത്. ആരോടും ഒരു പരാതിയില്ല, എല്ലാം ഡൗൺ ടു ദി എർത്ത്. അവൻ അത്രയും ഹമ്പിളായിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ എന്നോട് കൂടെ വന്നിരുന്നു. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ സൗത്ത് ആഫ്രിക്കയിലുള്ള 50 വർഷം ഗോൾഡൻ ജൂബിലി ആയിരുന്നു. ആ ജൂബിലിക്ക് പങ്കെടുക്കുവാനും ആ ജൂബിലി ഒരു സോങ് ഞാൻ ഉണ്ടാക്കി. ആ ജൂബിലിക്ക് സോങ് എൻ്റെ ബ്രദർ ഫാദർ സെബാസ്റ്റ്യൻ പുത്തൂരാണ് ട്യൂൺ ചെയ്തത്. അപ്പം നമ്മൾ ഫാമിലിയായിട്ട് ഒന്ന് നീ വരണമെന്ന് പറഞ്ഞു. നീ ഗിറ്റാറും കീബോർഡും കൂടെ കൊണ്ടുവരണം, അമലിനെയും കൂടെ കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വരാം, ഞാൻ പറയുന്ന എന്ത് കാര്യം ചെയ്യാൻ അവന് സന്നദ്ധമാണ്. അവൻ ഓടി വന്നു. ഒരാഴ്ച മുമ്പേ നീ വരണം, എന്നാലേ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പാട്ട് ആഫ്രിക്കാൻസിലല്ലേ, ആ പാട്ടൊക്കെ അവരുമായിട്ട് പാടിച്ചെടുക്കണ്ടേ. അതെല്ലാം ഏറ്റവും മനോഹരമായിട്ട് ചെയ്തു. അവസാന നിമിഷം വരെ അവനെ അവിടെ നല്ലപോലെ പൊന്നാടിയൊക്കെ ഇട്ട് അണിയിച്ച് അവനൊരു സെൻഡോപ്പ് കൊടുക്കുന്നത് പോലെ. അപ്പം ഞാൻ അവനെ യാത്രയാക്കി. ഇതിനാണല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി. അത് സ്വർഗത്തിലേക്കുള്ള യാത്രയായിരുന്നു. എൻ്റെ പേര് സിസ്റ്റർ ജോർജിയ. ഞാൻ DSFS കോൺഗ്രിഗേഷൻ അംഗമാണ്. 40 വർഷമായിട്ട് ഞാൻ ഇറ്റലിയിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ഏറ്റവും ഇളയ സഹോദരനാണ് ജോസ്. ഞാൻ അവധിക്ക് വരുമ്പം അവനെപ്പോഴും അവൻ്റെ ജോലികളെല്ലാം മാറ്റിവെച്ച് ഞങ്ങളെ എവിടെയെല്ലാം കൊണ്ടുപോകണം, എന്തെല്ലാം ആവശ്യങ്ങൾ ഞങ്ങൾക്കുണ്ട് അതെല്ലാം അവൻ നോക്കി കണ്ട് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് അവനുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ ഈ മരണവാർത്ത ഒരു ഷോക്കായിട്ട് ഞങ്ങൾക്ക് കിടക്കുകയാണ്. അതിനെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും എല്ലാമായിട്ട് ഞങ്ങൾ അതിനെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഈ അവൻ്റെ ഈ മരണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല.